അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മുട്ടയും അതുപോലത്തെ റവയും വെച്ചിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് രാവിലെ ചെയ്ത് കൊടുക്കാനും പറ്റും, അതുപോലെ തന്നെ വൈകുന്നേരം ചായക്കടിയായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ രാവിലെ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കറണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് റവ വേണം. നിങ്ങളുടെ കയ്യിൽ എത്ര ഉള്ളതെന്ന് വെച്ചാൽ അത്രയും എടുക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇത് 1.5 കപ്പിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ, അത്രയേ ഉള്ളൂ. ഇതാ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മാത്രം മതിയാവും കേട്ടോ. ഇനിയിപ്പം വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, ഇത്രയും മതിയാവേ. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു വെള്ളവും ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഒരു ലൈറ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കളർ കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടുതലെന്ന് പറഞ്ഞാൽ കുറേയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ലൈറ്റായിട്ടുള്ളൊരു കളർ മാത്രം മതിയാകും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇതാ ഒരു കുഞ്ഞ് പീസാക്കിയിട്ട് ഒരു കുഞ്ഞ് കഷ്ണം ഇതേപോലെ കുഞ്ഞ് പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ്, നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടാന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ അതാ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തതുമാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മളെ കറിവേപ്പിലൊക്കെ ഇല്ലേ അതെത്തുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ റവ ഏകദേശം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ആയി കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട 1 മാത്രം മതിയാവും കേട്ടോ, കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ അളവ് കൂട്ടുകയെന്ന് വെച്ചാൽ 2 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ചാലും മതിയാവും. ഇപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം മൊത്തത്തിൽ. അതൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതും നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിനിപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ഉള്ളി ചേർത്ത് കൊടുക്കാം. 1 ഉള്ളി ഇതേപോലെ ഞാൻ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ, ഒരു വലിയ ഉള്ളിയാണ് കേട്ടത്. ഇപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് താളിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചധികം തന്നെ പച്ചമുളകിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഉൾഭാഗത്ത് ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റ് വരുന്ന സമയത്ത്. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചോന്ന് വരുന്നത് വരെ ഒന്ന് താളിച്ച് കൊടുക്കുക. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ചും കൂടി വെളിച്ചെണ്ണ വേണ്ടിയിരുന്നു കേട്ടോ, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം തന്നെ കറിവേപ്പില ഉള്ളിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കുറേശ്ശെ മാത്രം മതിയാവും കേട്ടോ, കൂടുതലായി ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്താൽ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്നും കൂടി ഉള്ളി ഒന്ന് ചൂന്ന് വന്നോട്ടെ കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയ ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതിയാകെ. പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതിയാവും കേട്ടോ, കാരണം നമ്മൾ ഇതിന് മുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് മുന്നിട്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതൊന്ന് നല്ലോണം താളി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്കൊരു മസാലക്കൂട്ടും കൂടി
ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ചാറ്റ് മസാലയും അതുപോലെ തന്നെ ഒരു നുള്ളു കസൂരി മെത്തിയാണ്. ചാറ്റ് മസാല കുറച്ച് മാത്രം മതിയാവും കേട്ടോ. പിന്നെ കസൂരി മെത്തി അങ്ങനെ തന്നെ ഒരു നുള്ളു മാത്രം മതിയാവും. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാകത്തിന് നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. രേഷം മതിയാവും കേട്ടോ മല്ലിച്ചപ്പ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 8 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെനിയിപ്പോൾ ഒന്ന് വരട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലുള്ള കുഞ്ഞു ഭാഗമൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ വരട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞു ഭാഗം എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കുഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്. കുഞ്ഞ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞു ഭാഗം മുഴുവനായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ. സ്പൂണിൻ്റെ മുകളിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ മസാല വഴറ്റിയതിൻ്റെ ഇതാണ് കേട്ടോ ആ സ്പൂണിൻ്റെ മുകളിൽ കാണുന്നത്. കുഴപ്പമില്ല. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ ഒരു ഉള്ളിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു മഞ്ഞക്കരു ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കുക. അധികം നേരം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. തീയൊന്നും കത്തുന്നില്ല കേട്ടോ. ഇപ്പം തീയൊക്കെ ഞാൻ ഓഫാക്കിയിട്ടതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തീയിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇത്രയും മതിയാവേ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഒരു റവൻ്റെ കൂട്ടില്ലേ അതെടുക്കുക. ഇപ്പോൾ നമുക്കിതൊന്നും ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പ് അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മളെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ച് നോക്കിയിട്ട് അരിപ്പൊടി പോരെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതിയേ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ഇത് അധികം നേരം കുഴക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് കുഴച്ചിട്ട് വെക്കുക. ഇതുപോലെ ബോൾ പിടിക്കാൻ കഴിയണം കേട്ടോ. അതുപോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഇത്രയും പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഞാൻ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ ഒന്ന് നിറച്ച് കൊടുക്കുക. ഇപ്പം പകുതി മുട്ടാണ് കേട്ടോ ഞാനെടുത്തത്. ഈ ഒരു പകുതി മുട്ടയിലേക്ക് എത്ര കൊള്ളൂ അത്രയും നമുക്ക് ഈ ഒരു മസാല നിറച്ച് കൊടുക്കാം. അപ്പം നമ്മൾ പരത്തി വെച്ച ആ ഒരു പൂരിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. ബാക്കിയുള്ള മാവ് ഇതേപോലെ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഉരുളകളാക്കി എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഉരുളാക്കിയതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ചെറുങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിലും ഒരു മൊഞ്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മളെ മാവ് പത്തിരി പ്രസ്സുമ്മൽ ഒട്ടിപ്പിടിക്കുകയെന്ന് വെച്ചാൽ ഇതേപോലത്തെ കവർ വെച്ചിട്ട് കവറിൻ്റെ അടിയിൽ രേഷം വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇതേപോലെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. പഞ്ച ചെറുങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, കവർ വെച്ചേരാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ മസാല നിറച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള മാവ് ഇതേപോലെ എടുത്ത് കളയാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഉരുളകളാക്കി വെക്കുക. അപ്പോൾ ഇതേപോലെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ സൈഡിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതിയാകെ. അപ്പോൾ മുഴുവനായിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഞാൻ ഫ്രൈ ആക്കി എടുക്കട്ടെ. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓരോ ബോൾസും ഞാൻ ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടായിക്കണം കേട്ടോ എണ്ണ. എന്നിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നമ്മളിപ്പോൾ ഫ്രൈ ആക്കുന്ന സമയത്ത് തീയൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കാൻ പാടുള്ളൂ. എന്നാലും നല്ലോണം ചോന്ന് വരണം കേട്ടോ മുകൾ ഭാഗം. തീ കുറച്ചിട്ട് വെക്കണം എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഉൾഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ.
അപ്പോൾ ഇതാ ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കാം. നല്ല ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളെ കടി ഇവിടെ റെഡി ആയിക്കുന്നുണ്ട്. നല്ല അടിപൊളിയാന്ന് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകാതെ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കടി ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. വൈകുന്നേരത്തേക്ക് എളുപ്പമാണ് കേട്ടോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം തന്നെ റവയും മുട്ടയും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും. മസാലയും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ.